അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ അബീ ദർർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യർവീഹി അൻ റബ്ബിഹി അസ്സ വജല്ല ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ്. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കഴിഞ്ഞ ഹദീസിൻ്റെ ഭാഗമായി അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ ഭാഗത്ത് നാം മനസ്സിലാക്കുകയുണ്ടായി, കർമ്മങ്ങൾ എത്ര ചെറുതായിരുന്നാലും അവ എഴുതി രേഖപ്പെടുത്തി രേഖയാക്കി നാളെ പരലോകത്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഉടമയ്ക്ക് മുൻപിൽ അള്ളാഹു അത് പ്രദർശിപ്പിച്ച് അവനെ ബോധ്യപ്പെടുത്തും. അതെത്ര ചെറുതായിരുന്നാലും വലുതായിരുന്നാലും വിട്ടൊഴിഞ്ഞു പോകാത്ത അയാളുടെ കർമ്മരേഖയിലുണ്ടാകും. എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, നന്മയാണ് എങ്കിൽ ഫമൻ വജദഹു ഖൈറൻ, ഏതെങ്കിലും ഒരു കാര്യം ഖൈറായി നന്മയായി കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ബാധ്യത എന്താ? ഫൽയഹ്മദില്ലാഹ്, അവൻ അള്ളാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അതിലൊന്നാണ് ഈ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നന്മയായി എന്ത് ഭവിച്ചാലും പകരം നന്ദി ചെയ്യുക എന്നുള്ളതാണോ? ആ നന്ദി എന്താകണം? വലിയ ഇബാദത്താകണം. ആ ഇബാദത്തിൽ ഏറ്റവും വലുത് അൽഹംദുലില്ലയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളൊക്കെ മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊന്നാണ് അഫ്ദലു ദുആ അൽഹംദുലില്ലയാണ്. ദുആകളിൽ വെച്ച് ഏറ്റവും വലുത് അൽഹംദുലില്ല. മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരം, നാവുകൊണ്ട് പറയാൻ എളുപ്പം, അള്ളാഹുവിന് ഇഷ്ടവും അപ്പറഞ്ഞ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്നൊക്കെ പറയുന്ന ദിക്റുകളിലും സ്ഥാനം പിടിച്ചിട്ടുള്ളത് അൽഹംദുലില്ലയാണ്. ഒന്ന് തുമ്മിയാൽ നാം നിസ്സാരമായി പറയുന്ന അൽഹംദുലില്ലാഹിക്ക് ഇത്രയധികം ഭാരമുണ്ട് എങ്കിൽ ആ ഭാരം നാളെ പരലോകത്ത് ഉപകരിക്കും എന്നുള്ളത് നിസ്തർക്കമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മീസാൻ എന്ന തുലാസിൽ തസ്ബീഹും തഹ്ലീലും തഹ്മീദും കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഏതൊരു നന്മ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചാലും അതെത്ര നിസ്സാരവും ചെറുതുമായിരുന്നാലും അതിന് കണക്കില്ലാത്ത വിധം അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ അത് നന്മയാണ് എന്ന് തോന്നിക്കാനും അതിന് നന്ദി ചെയ്യാനുമുള്ള തൗഫീഖും സന്മനസ്സും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന വീഴ്ചയും അബദ്ധവും അനർത്ഥങ്ങളും തെറ്റും കുറ്റവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീങ്ങളായിരിക്കുവാനും കാമിലായ ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബർക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ
സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.